മോഷണം തെറ്റാണ്. മോഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. എന്തെങ്കിലും നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കും എന്നുള്ളതും അത് നിങ്ങളുടെ തലയിൽ തന്നെ തിരിച്ചെത്തും എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഒരു വീഡിയോ വൈറലായതോടെയാണ് ഇങ്ങനെയൊരു സംഭവം അരങ്ങേറുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീ ആ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും അതിനുശേഷം ആ ആഭരണങ്ങൾ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. ആ വീഡിയോ വൈറലായതോടെ യുവതിയെ പോലീസ് പൊക്കി. എന്താണെങ്കിലും രസകരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ത്യയിൽ ശക്തമായ നിയമ നടപടികൾ ഇനിയും സ്വീകരിക്കണം. മാത്രമല്ല മോഷണവും മോഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും തെറ്റാണെന്നുള്ള കാര്യം ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകാൻ സാധിക്കും. സംഭവത്തിന് ആസ്പദമായ കാര്യം ഇങ്ങനെയാണ്. കവർച്ച ചെയ്ത ആഭരണം അണിഞ്ഞ് യൂട്യൂബ് ഷോർട്സ് ഇട്ട യുവതി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ബഹാലയിലുള്ള ഒരു വീട്ടിൽ മുൻ വീട്ടുജോലിക്കാരി പൂർണിമ മണ്ഡലിലാണ് പർണശ്രീ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിഞ്ഞതാകട്ടെ വീഡിയോ വൈറലായതിനു ശേഷവുമാണ്. ബൊഹാലയിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പൂർണിമ കഴിഞ്ഞ വർഷമാണ് സ്വർണം കവർന്ന ശേഷം ജോലി വിട്ടത്. യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന പതിവുള്ള പൂർണിമ കവർന്ന സ്വർണവുമായി സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ ഇട്ടതോടെയാണ് പോലീസ് പിടിയിലായത്. മോഷണം നടത്തി 6 മാസങ്ങൾക്ക് ശേഷമാണ് പൂർണിമ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സഞ്ജിത മുഖർജി സമീരൻ ദമ്പതിമാർ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പൂർണിമയെ വീട്ടുജോലിക്കായി നിയമിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പൂർണിമ ജോലി വിടുകയും ചെയ്തു. യൂട്യൂബിൽ പതിവായി വീഡിയോകൾ ഇടുന്നത് പൂർണിമയുടെ പതിവായിരുന്നു. ഇത്തരത്തിലൊരു വീഡിയോ കണ്ടതോടെയാണ് പൂർണിമ അണിഞ്ഞിരുന്ന ആഭരണം തന്റേതാണെന്ന് സജിതയ്ക്ക് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വിവിധ വീഡിയോകളിലായി ഇതേ സ്വർണ്ണാഭരണങ്ങൾ പൂർണിമ അണിഞ്ഞിരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്ന് ദമ്പതിമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സഞ്ജിതയുടെ 2 കമ്മലുകളും സമീരണിന്റെ ഒരു മോതിരവും പോലീസ് കണ്ടെടുത്തു. പൂർണിമ മുൻപ് ജോലി നോക്കിയിരുന്ന വീടുകളിൽ ഇത്തരത്തിൽ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ പോലീസ്. എന്താണെങ്കിലും വീഡിയോ വൈറലായതോടെ ഇപ്പോൾ മോഷ്ടാവിനും വീഡിയോയ്ക്കും നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് സർവ്വസാധാരണമായി മാറി. വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ മോഷണം ചെയ്യുന്നതും പോലെന്നിട്ട് ആ മോഷണ വസ്തുക്കൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്ത് വൈറലായി കഴിഞ്ഞു. ഈ ഒരു കാര്യം വളരെ രസകരമായാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഒത്തിരി പേർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഒരു നല്ല ജോലി നോക്കി ജീവിച്ചൂടെ എന്നും പോസ്റ്റിന് കമന്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് അന്വേഷിച്ചു വരികയും അതിനുശേഷം പോലീസ് പിടിച്ചപ്പോഴുമാണ് ഈ വീഡിയോ വളരെയധികം ചർച്ചാ വിഷയമാകുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ പലയിടങ്ങളിലും ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാകാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.